ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം മണ്ഡലകാലത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. മറ്റു ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ട് എങ്കിലും ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് പലതരത്തിലും വൈവിധ്യം, ആചാരക്രമത്തിലും അനുഷ്ഠാനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഒരുപാട് വൈവിധ്യമുള്ള ഒരു കാനന ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. വേദകാലം മുതൽക്ക് തന്നെ മനുഷ്യന് അവൻ്റെ ഈശ്വര സങ്കല്പത്തെ അവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ദേവി, ദേവത, ദേവൻ സങ്കല്പത്തിലൊക്കെ കാണുന്ന ഒരു പതിവുണ്ട്. കേവല ഭക്തരായ സാധാരണ മനുഷ്യർ ഈ ഈശ്വരനെ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കേവലമായ അവൻ്റെ ഇഷ്ടസിദ്ധിക്കും ആവശ്യങ്ങൾക്കും ഒക്കെ, അല്ലെങ്കിൽ അവൻ്റെ വിഷമങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരം തേടി ആയിരുന്നുവെങ്കിൽ ആ വേദകാലം പിന്നിട്ട് ഉപനിഷത്തിൻ്റെ പരബ്രഹ്മം, പരമാത്മാവ് എന്ന് പറയുന്ന ഒരു ചൈതന്യത്തെ സാക്ഷാത്കരിക്കുക എന്ന പരമമായ ലക്ഷ്യം ആണ് ഭക്തി അല്ലെങ്കിൽ ആരാധന എന്നുള്ള നിലയിലേക്ക് അവൻ്റെ ഭക്തി സങ്കല്പം മാറി. പക്ഷേ ഈ പരമമായ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുവാൻ ഏതെങ്കിലും ഒരു മൂർത്തി അവന് വേണം എന്നുള്ള ഒരു സങ്കല്പം വേദകാലം മുതൽക്ക് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ഈ ദേവതാ സങ്കല്പങ്ങളെ ആരാധിച്ച് തുടങ്ങി. പൂജാകർമ്മങ്ങളൊക്കെ അതിൻ്റെ വിധിക്കനുസരിച്ച് ചെയ്തു തുടങ്ങി. അവൻ്റെ ഭൗതികമായ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒരഭയസ്ഥാനമായി ഈ ആരാധനാലയങ്ങളെ കണ്ടു തുടങ്ങി. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ശബരിമല എന്ന് പറയുന്നത് ഉപനിഷത്ത് കാലത്തെ പരബ്രഹ്മ ചൈതന്യത്തെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ ഉതകും എന്നുള്ള ആത്മീയമായ വഴികളെ സംബന്ധിച്ച ഒരന്വേഷണം ശബരിമല ദർശനത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയും. വളരെ എളുപ്പം നമുക്ക് ഈശ്വര സാക്ഷാത്കാരം നേടിയെടുക്കാൻ കേവല ഭക്തിയിലൂടെയൊന്നും കഴിയുകയില്ല എന്നുള്ള വസ്തുത ബോധ്യപ്പെടുത്താനും വളരെ കഠിനമായ വഴികളിലൂടെ സഞ്ചരിക്കുകയും നിരന്തരമായ ധ്യാനവും സാധനയും ഒക്കെ അതിന് വേണം എന്നുള്ളത് സാധാരണ ഭക്തരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ദർശനക്രമമാണ് ശബരിമലയെ സംബന്ധിച്ച് ഉള്ളത്. 41 ദിവസത്തെ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ, രാവിലെ ഉള്ള അതിരാവിലെയുള്ള കുളി, വളരെ ശുദ്ധമായ സസ്യാഹാരം മാത്രം കഴിച്ചുകൊണ്ട് 41 ദിവസത്തെ കഠിനമായ വ്രതം. ഈ കഠിനമായ വ്രതത്തിൻ്റെ അന്ത്യത്തിൽ മറ്റ് ഭൗതിക ചിന്തകളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ലാതെ കഠിനമായ കാനന വഴികൾ താണ്ടി യാത്രയാവുകയാണ്. ക്രൂരമൃഗങ്ങളൊക്കെ ഒരു കാലത്തുണ്ടായിരുന്ന കാനനപാതകളിലൂടെ യാത്ര ചെയ്ത് ശബരിമലയിലെത്തുക. അതിനു മുമ്പ് പമ്പയിൽ സ്നാനം ചെയ്ത് പാപങ്ങളെല്ലാം ഇല്ലാതാക്കി, പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് വിശുദ്ധമായ ഒരു ആത്മാവായി ഇരുമുടിക്കെട്ടുമേന്തി ഈ മല ചവിട്ടി ശബരിമല എത്തുമ്പോൾ അവിടെ എത്തി ഈ ഇരുമുടിക്കെട്ടഴിച്ച് പാപങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും അതുപോലെ യാതനകളുടെയും എല്ലാം ആ കെട്ടഴിച്ച് മുക്തി തേടുന്ന ഒരു പരമമായ ദൈവസങ്കല്പമാണ് ശബരിമലയെ സംബന്ധിച്ച് ഉള്ളത്. തികച്ചും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദർശന ചരിത്രമാണ് ശബരിമലയ്ക്ക് ഉള്ളത്. ശബരിമല ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജാതിയോ മതമോ ഒന്നും ആരും പരിഗണിക്കുന്നില്ല. എല്ലാ അർത്ഥത്തിലും ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും അവിടെ
ദർശനം നടത്താം എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട്. പല ക്ഷേത്രങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് ബോർഡ് വെച്ചിട്ടുള്ളത് നമുക്കറിയാം, അല്ലെങ്കിൽ ഇതര മതസ്ഥർക്ക് പ്രവേശനമില്ല എന്ന് ബോർഡ് വെച്ചിട്ടുള്ളത് നമുക്ക് കാണാം. എന്നാൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതത്തിലുള്ളവരെയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന സാർവലൗകികമായ ഒരു സ്നേഹത്തിൻ്റെയും സാർവലൗകികമായ ഒരു കാരുണ്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് സ്വാമി അയ്യപ്പനെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ശബരിമലയും ശ്രീ അയ്യപ്പനുമായി ബന്ധപ്പെട്ട മറ്റൊരു അന്വേഷണവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.